രാമേന്ദ്രൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചായിട്ട്. അപ്പോൾ എന്തായാലും ഓണത്തിന് ശേഷം ഓണത്തിൻ്റെ രണ്ടാം ഓണത്തിന് തന്നെ നമ്മൾ കാണുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം. ഓണാശംസകൾ നമ്മൾ രണ്ടുപേരും ചേർന്ന് എല്ലാ പ്രേക്ഷകർക്കും നേരുന്നു. ഈ രാമേന്ദ്രൻ സാറ് ABC-യിൽ ചെയ്യുന്ന മൗലികമായ സംഭാവനകളിൽ ഒന്ന് കഥയമമ ആണ്. ഈ മനുഷ്യൻ്റെ സംസ്കാരത്തിൽ മൗലികമായി, സംസ്കാരത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ മൗലികമായി പതിഞ്ഞുപോയ ചില ധാരണകൾ, ആ ധാരണകളെ സൂക്ഷ്മമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് ചിന്തനീയമായ പുതിയ കണ്ടെത്തലുകൾ നടത്തിയിട്ട് ധാരണകളെ തിരുത്തുന്നൊരു പ്രക്രിയയാണ് കഥയമമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഒരു സംഭാവനയാണത്. സാറ് തന്നെയാണ് തുടർന്ന് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ ഓണത്തിന് തൊട്ട് മുമ്പ് മഹാബലിയുടെ ഐതിഹ്യത്തെക്കുറിച്ചാണ് സാറ് സംസാരിച്ചിരുന്നത്. സാറ് കഥയമമയിൽ പുതിയ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. ഓണം കഴിഞ്ഞ് സാറ് വന്ന സമയത്ത് ചെയ്യുന്നത് കഥയമമയുടെ മറ്റൊരു ലക്കമാണ്. ഈ ലക്കത്തിൽ ഈ വിശ്വപ്രസിദ്ധമായ ഓണപ്പാട്ട്, അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് തന്നെ മലയാളി പാടി പാടി പതിഞ്ഞ് ഈ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് പടർന്നു വന്ന ഒരു മലയാളത്തിൻ്റെ താളമാണ് ഓണപ്പാട്ട്. അതിന് തത്തുല്യമായൊരു പാട്ടില്ല, തത്തുല്യമായൊരു ഈണമില്ല, അത്രയേറെ ജനപ്രീതി ആർജിച്ചൊരു പാട്ടില്ല. എല്ലായിടത്തും ആ പാട്ടുണ്ട്. പക്ഷേ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ആ പാട്ടിന് പലപ്പോഴും ചരിത്രത്തിൻ്റെ പല ഘട്ടത്തിലും പല തരത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിൽ ആ പാട്ടിന് പാരഡികൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷമുള്ള ആദ്യത്തെ ഘട്ടം അതിൻ്റെ വൈത്താരി പോലെ പാടിക്കഴിഞ്ഞിട്ട്, ആദ്യത്തെ ഒരു 4-5-6 വരികൾ പാടിക്കഴിഞ്ഞിട്ട് പിന്നെ പലരും പലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പാട്ടിൻ്റെ താളത്തെയും ആ പാട്ടിൻ്റെ താല്പര്യത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വിഖ്യാതനായ ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ വളരെ സതുദ്ദേശപൂർവ്വം മുൻകൂട്ടി പ്രഖ്യാപിച്ചത് തന്നെ ഞാൻ ഈ പാട്ടിനെ ഇതാ മാറ്റിപ്പാടുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെയുള്ള ഒരു പാട്ടാണ് ഓണപ്പാട്ട്. ആ പാട്ടിനെക്കുറിച്ച് കഥയമമയിൽ ഇന്ന് രാമേന്ദ്രൻ സാറിൻ്റെ പതിവ് രീതി അനുസരിച്ചുള്ള മൗലികമായ നിരീക്ഷണങ്ങൾ, വളരെ സൂക്ഷ്മമായ കണ്ടെത്തലുകൾ, അങ്ങയുടെ പഠനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വന്ന അങ്ങയുടെ തോന്നലുകളും കൗതുകങ്ങളുമല്ല, മറിച്ച് പഠനം അടിസ്ഥാനമാക്കി, നിരീക്ഷണം അടിസ്ഥാനമാക്കി വെക്കുന്ന പുതിയ കണ്ടെത്തലുകൾ ഇന്ന് നമുക്ക് മലയാളികളോട് പങ്കിടാം. ഓണപ്പാട്ടിനെക്കുറിച്ചുള്ള സാറിൻ്റെ പുതിയ കൗതുകപൂർവമായ, ആളുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ എന്താണ്? ഈ മാവേലി നാടുവാണിയിടും കാലം എന്ന് പറഞ്ഞ നമ്മുടെ ഈ പതിഞ്ഞു പോയ പാട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറഞ്ഞിട്ടുണ്ട്. അത് അജ്ഞാത കൃതമാണ് ആണ്. 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെന്തുമാകട്ടെ, അതിൻ്റെ ആനന്ദക്കുട്ടൻ എഡിറ്റ് ചെയ്ത കേരള ഭാഷാഗാനങ്ങളിലുണ്ട്. ഗുണ്ടർട്ട് അത് എടുത്തുകൊണ്ട് പോയത് മറ്റേ ട്യൂബിങ്ങൻ സർവകലാശാലയിലുണ്ട്. സക്കറിയ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നപ്പോഴും ഒക്കെ ഉണ്ട്, ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പലർക്കും പലതരം രാഷ്ട്രീയം കാണുമല്ലോ. നവോത്ഥാനം ഉണ്ടാവാം, മാർക്സിസ്റ്റുകൾക്ക് അവരുടേതായ സംഗതി ഉണ്ടാവാം. ഇപ്പോഴാണെങ്കിൽ പല ആളുകൾ ബ്രാഹ്മിൻ ഹെഗമണി എന്ന് പറഞ്ഞിട്ട്, ആകെ ബ്രാഹ്മണർ 1-2% പല ആളുകളും ശാന്തിക്കാരാണ്, വലിയ ശമ്പളമൊന്നും ഇല്ലാത്തവരാണ്, അവർക്ക് പെൻഷനോ അങ്ങനെയൊന്നുമില്ല. പലരെക്കാളും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ മുതുകത്ത് എന്തിനാണ് കയറുന്നതെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ കാണുമായിരിക്കും. പിന്നാക്ക വോട്ടുകൾ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ദുരുദ്ദേശങ്ങളുമൊക്കെ ഈ മാർക്സിസ്റ്റുകൾക്കൊക്കെ കാണുമായിരിക്കും. ഇതിൽ MGS നാരായണൻ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അർദ്ധവിരാമമുണ്ട് സാധാരണ പാടുമ്പോൾ. അത് 2 വരിയാണ്. അത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആ വരിയുടെ തുടർച്ചയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നല്ല, അതിന് സോഷ്യലിസം അത് എഴുതിയാൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നുപോലെ അല്ല ജീവിച്ചതെന്നല്ല, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ഒന്നിച്ച് സന്തോഷിച്ചിരുന്ന ആഘോഷിച്ചിരുന്ന കാലം, ആഘോഷങ്ങളൊക്കെ ഒന്നിച്ച് നടത്തിയിരുന്ന കാലം. അല്ലാതെ ആ കാലത്ത് സോഷ്യലിസം നടപ്പായിരുന്നു എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നത് ബോഷ്കാണ് എന്ന് MGS പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അർദ്ധവിരാമം, പിന്നീട് എന്തോ നിക്ഷിപ്ത താല്പര്യക്കാർ അത് പഠിപ്പിക്കുന്നവർ പൂർണ്ണവിരാമമാക്കി. അങ്ങനെയാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ സോഷ്യലിസം. ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ അങ്ങനെയാണ്. അവിടെ ഒരു അർദ്ധവിരാമം ഉണ്ട്. അങ്ങനെ ഒന്നായിരുന്നു
എന്നുള്ള മട്ടില് അതാ സന്തോഷമാണ് ഒന്നായിരുന്നത്. സന്തോഷം മാത്രമാണ് ഒന്നായിരുന്നത്, ബാക്കിയുള്ളവർ പലതരത്തിലായിരിക്കുമല്ലോ. ആയിരിക്കും, തീർച്ചയായും. ദരിദ്രരും സമ്പന്നരും ഒക്കെ എല്ലാ കാലത്തും കാണുമല്ലോ. യെസ്. ഈ അതിൽ ദരിദ്രര് ഇപ്പം മാർക്സിസ്റ്റുകളിലൊരു വലിയ വിഭാഗം വലിയ ബൂർഷകളായി മാറിയിട്ടില്ലേ? ഓ ഉണ്ടല്ലോ. അതുണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ ക്ലാസ് വേറെ ആയില്ലേ? അല്ല, ഞങ്ങളിപ്പോൾ ബൂർഷ്വാസിക്ക് എതിരാവുന്നത് ഞാൻ ബൂർഷ്വാസി ആകുന്നത് വരെയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന ആളെയാണ് ഈ അജയ് ശേഖർ എന്ന് പറഞ്ഞൊരാൾ. അങ്ങേര് ഇതിന് പാരഡി ഉണ്ടല്ലോ സഹോദരനയ്യപ്പൻ്റെ, ഇത് രണ്ടും ഞാൻ വ്യത്യാസം പറയാം. അങ്ങേര് ഇതിൽ ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്ന് പറഞ്ഞ് 2 വാചകം എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ടേ ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ഇത് ബ്രാഹ്മണരുടെ മാത്രം ആദ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ഡോക്ടർ അജയ് ശേഖർ, ഈ കാലടി സർവകലാശാലയിൽ ഇംഗ്ലീഷ് അധ്യാപകൻ. ബ്രാഹ്മണർക്കേ ഉള്ളൂ ബാലമരണോ? ആദികൾ വ്യാധികളൊന്നുമില്ല, ആദികളും വ്യാധികളും ഇല്ലാതിരിക്കണം എന്നൊക്കെ ഉള്ളത് ബ്രാഹ്മണരുടെ മാത്രം ഒരു ആകുലതയാണെന്ന്, ബാലമരണങ്ങൾക്ക് ഉണ്ടാകരുത് എന്നൊക്കെ. ബാലമരണങ്ങൾ നടക്കാത്ത ഏത് കമ്മ്യൂണിറ്റിയാണ്, ഏത് കാലത്താണുള്ളത്? അത് നമ്മുടെ ആരോഗ്യരംഗത്തൊരു വലിയ പരിമിതിയായിരുന്നില്ല. അതായത് അങ്ങേര് വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരനയ്യപ്പൻ ഇത് പാരഡി ചമയ്ക്കാനുള്ള കാര്യം ഒറിജിനൽ ബ്രാഹ്മണിക്കൽ ഹെഗമണിയുടെ ഭാഗമാണ് എന്നുള്ളൊരു ദുഷ്ടചിന്ത എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒറിജിനൽ ബ്രാഹ്മണിക്കലാണ് എന്ന് വരുത്താനാണ്. അങ്ങനെയൊന്നും ഇല്ല. ഇത് വേറെ ഏതോ ഒരു രാജാവിൻ്റെ കാലത്താണ്. ആ രാജാവ് ബ്രാഹ്മണനും അല്ല. ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ശാസനമുണ്ട് 1200 1300 കാലത്തെ. ഈ മാവേലി വേണാതിരായൻ എന്ന് പറഞ്ഞൊരു പാണ്ഡ്യ രാജാവ് ഭരിച്ചിരുന്നതായിട്ടൊരു കാഞ്ഞിരപ്പള്ളിയിലെ മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ മധുര മീനാക്ഷി ക്ഷേത്രം, നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ. അവിടെ ഒരു ശിലാശാസനമുണ്ട്, പഴയ ക്ഷേത്ര. ആ ശാസനത്തിൽ ആ അമ്പലത്തിന് എങ്ങനെയാണ് അതിൻ്റെ ചെലവ് നടക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ രാജാവ്. ആ പാണ്ഡ്യ രാജാവിൻ്റെ പേര് മാവേലി വേണാതിരായർ എന്നാണ്. അതിൽ മാവേലി എന്നുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അത് ഉൾപ്പെടെയുള്ള നീണ്ട ഒരു വിസ്തൃതമായ സാമ്രാജ്യം ഭരിച്ചിരുന്നൊരു പാണ്ഡ്യ രാജാവ് 1100 1300 കാലത്ത് ആണ് ആ മാവേലി എന്ന പേരിൽ തന്നെ ഉണ്ടായിരുന്നു. ആ മാവേലി വേണാതിരായർ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ കാലത്ത് ഈ ബ്രാഹ്മണരുണ്ടാക്കുന്നൊന്നുമില്ല. ബ്രാഹ്മണരുണ്ടാക്കുകയാണെങ്കിൽ സംസ്കൃതത്തിലല്ലേ അവർക്കത് ഉണ്ടാക്കാൻ അറിയുള്ളൂ, ഉണ്ടാക്കാൻ അവർക്ക് പറ്റുള്ളൂ. അവരതാണ് കാവ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ പാട്ടിലുള്ള ആദ്യത്തെ 4-5 വരി കഴിഞ്ഞാൽ ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, 10,000 ആണ്ടിരിപ്പതെല്ലാം 10,000 നിറവാനല്ലേ, എല്ലാ കൃഷികൾക്കും എന്ന പോലെ നെല്ലിനും 100 വിളവതെന്നും ദുഷ്ടരെ കണ്ടുകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാലിൽ, ആലയമൊക്കെയും ഒന്നുപോലെ, ഭൂലോകമൊക്കെയും ഒന്നുപോലെ, നല്ല കനകം കൊണ്ടെല്ലാവരും നല്ലാഭരണം. ഒറിജിനല് നാരിമാർ ബാലന്മാർ മറ്റുള്ളവരും, ഇത് കുറച്ചേ ഉള്ളൂ ഒറിജിനൽ. മറ്റുള്ളവരും നീതിയോടെങ്ങും വസിച്ച കാലം, കള്ളവുമില്ല ചതിവില്ല എള്ളോളമില്ല പുളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും. വെള്ളിക്കോൽ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത് മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടായൊരു പാട്ടാണെന്ന് വളരെ വ്യക്തമാണ്. വെള്ളിക്കോൽ എന്നൊക്കെ പറയുന്നത് ബാലൻസ്. കാരണം ഒരു രാജാവ് അധികാരം ഏൽക്കുമ്പോൾ ആ ത്രാസ് അളവ് തൂക്കമുണ്ട്, അത് കറക്റ്റാക്കുക എന്നുള്ളതാണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന് തുല്യമത്രേ, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പോലെ അല്ല വിളവും ചേരും, മാവേലി നാടു വാണിയിടം കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ ഒന്നിച്ചു വായിക്കും. ബ്രാഹ്മണന്റെ അല്ല എന്നുള്ളതിന്റെ തെളിവുകൾ ആ വരികൾ തന്നെ ധാരാളമാണ്. ഒരു കർഷക സമൂഹത്തിന്റെ കൊല്ലത്തിൽ ഒരിക്കലുള്ള മഹാഘോഷത്തിന്റെ അതിന്റെ ഉപകരണങ്ങളും ഒക്കെയാണ് ഉള്ളത്. മാത്രമല്ല ഈ പാട്ടിന്റെ ഒരു ഗുണം എന്താ അറിയോ, ഓണപ്പാട്ടെന്ന് ശീർഷകത്തിൽ ആരെങ്കിലും ചേർത്തായിരിക്കും. ഇതിൽ ഓണത്തിനെ പറ്റിയും പറയുന്നില്ല, മഹാബലിയെ പറ്റിയും പറയുന്നില്ല, വാമനനെ പറ്റിയും പറയുന്നില്ല. അത് കറക്റ്റ് ആണല്ലോ. ശരിയാണ്. ഇതൊന്നും അതിലില്ല. അതെ. കേരളക്കരയിലെ ഒരു ആഘോഷമാണ് എന്ന് മാത്രമേ തോന്നുള്ളൂ. അത് അതെ, ഓണമാണെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല.
മാവേലി നാട് വാഴുന്ന കാലം മാവേലി എന്ന് പറഞ്ഞ ആളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് മഹാബലിയെ പറ്റി അല്ല എന്നല്ല. അതാ അല്ല അല്ല അപ്പൊ അതെ, ഇനിയിപ്പം മറ്റേതിൽ നമ്മുടെ എന്തായാലും ഇത് നമ്മുടെ മഹാബലി ഭൃഗുക്കച്ച് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മിത്തിലെ മഹാബലി അല്ല, അല്ല, നമ്മളെ കാഞ്ഞിരപ്പള്ളിയിലെ മഹാബലി ഗുജറാത്തിലാണല്ലോ. ഇവിടെയുള്ള തൃക്കാക്കരയിലെ ക്ഷേത്രം, വാമനപുരത്തെ ക്ഷേത്രം, ഇതൊന്നും മഹാബലിയായിട്ട് ബന്ധമില്ല. വാമന ക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. മഹാബലിക്ക് സാധനമൊന്നുമില്ല. കാരണം അവിടുന്ന് പിന്നെ ഇവിടെ വെച്ചാണ് ഈ മിത്ത് പിറവി കൊള്ളുന്നത്. ഭൃഗുക്കച്ചറ ഇത് ഞാൻ വളരെ വിശദമായിട്ട് മഹാബലി മലയാളിയല്ല എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ആ ഗുജറാത്തിലെ ഭൃഗുക്കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭരിച്ചിരുന്ന ആളാണ് മഹാബലി. അപ്പോൾ ഏതോ കാലത്ത് ഈ ടെക്ടോണിക് ഷിഫ്റ്റില്ലേ, സുനാമി പോലത്തെ, സരസ്വതി നദിയുടെ തീരത്തൊക്കെ താമസിച്ചിരുന്നവർ, സരസ്വതി നദി വറ്റിപ്പോകുന്നു, അവിടെ നിന്ന് അവർ പലായനം ചെയ്യുന്നു. പലായനം ചെയ്തു വരുന്നവർ ബ്രാഹ്മണരായിരിക്കാം, അവരുടെ അവിടുത്തെ ആരാധിച്ചിരുന്ന മൂർത്തിയാണ് വാമനൻ. അവരിവിടെ വന്നിട്ട് വാമന മൂർത്തി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. മലപ്പുറത്തുണ്ട് വാമന ക്ഷേത്രം, ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഗുജറാത്തി കച്ച് സംഭാവനയാണ് ഈ മഹാബലി എന്ന് പറയുന്നത്. അത് ചതിക്കൊന്നുമല്ല വാമനൻ വന്നിട്ട്, വാമനൻ സുതലത്തിലേക്ക് വിടുകയാണ് അനുഗ്രഹിച്ചിട്ട്. ഇനി അതിൻ്റെ പാരഡിയുടെ കഥ പറയാം. ഈ വാമനനെ ആദരിക്കുന്ന പരിപാടി നമ്മൾ വേണ്ടെന്ന് വെക്കണം. കാരണം അത് ബ്രാഹ്മണിക്കൽ ഹെഗമണിയാണ്, അത് വേണ്ടെന്ന് വെക്കണം എന്നാണ് സഹോദരൻ അയ്യപ്പൻ്റെ സിദ്ധാന്തം. അത് വൈഷ്ണവ ബ്രാഹ്മണിസം ആണ്. ചതിച്ചവനാണ് വാമനൻ. ബൗദ്ധധർമ്മ ചക്രവർത്തിയാണ് ശരിക്കും മഹാബലി. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈഴവർക്കിടയിൽ നമ്മൾ ബുദ്ധമതം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരം ഉണ്ടായിരുന്നല്ലോ. മിതവാദി ശ്രീകൃഷ്ണൻ, CV കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, ഈ കൂട്ടത്തിൽ ചേരാതിരുന്ന പ്രധാനപ്പെട്ട അതിന് ചെറുത്ത രണ്ടുപേരാണ് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും. കുമാരനാശാൻ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ എഡ്വിൻ ആർണോൾഡിൻ്റെ ബുദ്ധനെ പറ്റിയിട്ടുള്ള കാവ്യം ബുദ്ധചരിതം എന്ന് പറഞ്ഞിട്ട് പരിഭാഷ ചെയ്തപ്പോൾ എഡ്വിൻ ആർണോൾഡിൽ നിന്നും വിട്ടുമാറി ഒരു സ്വതന്ത്ര തർജ്ജമ ചെയ്തിട്ട് ബുദ്ധനെ ഹിന്ദുമതത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് നിർവാണമെന്നും പോലും പ്രയോഗിച്ചില്ല, സമാധി എന്നേ പ്രയോഗിച്ചുള്ളൂ. അതാണ് ഹിന്ദുമതത്തിലേക്ക്. കാരണം ഹിന്ദുമതത്തിൻ്റെ ഒരു ശാഖ മാത്രമായിട്ട് ബുദ്ധമതത്തിനെ കാണുന്നു. അവർ രണ്ടുപേരും കൂടി, അതുകൊണ്ടാണ് ഈഴവരധികം ബുദ്ധമതത്തിൽ പോകാതിരുന്നത്. മിതവാദി ശ്രീകൃഷ്ണൻ ബുദ്ധമതം സ്വീകരിച്ചു. ശ്രീകൃഷ്ണന് പത്രത്തിൽ അച്ചടിക്കാൻ വേണ്ടി കൊടുത്ത ഖണ്ഡനമാണ് ഈ മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രബന്ധം. കുമാരനാശാൻ്റെ ഹിന്ദുമതത്തിലാണ് നമ്മൾ ഈഴവർ നിൽക്കേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ ആ കാലത്ത് ഇങ്ങനെ ഒരു വ്യാഖ്യാനം വരികയാണേ, ബുദ്ധ വ്യാഖ്യാനം, മഹാബലി ബുദ്ധമതത്തിലുള്ള ആളാണെന്നൊക്കെ സഹോദരൻ അയ്യപ്പൻ എഴുതുന്നു. അതെ അതെ, ഇത് പക്ഷേ അംബേദ്കറിനെ ചെറുക്കാനുള്ളൊരു വഴി കൂടി ആവുമല്ലോ അന്ന് അല്ലേ. 1936 അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ ഇനി ലോകമതങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ 56-ലാണ് അത്, 20 കൊല്ലം പഠിച്ചിട്ട്. 1934 സഹോദരൻ അയ്യപ്പൻ്റെ ഓണപ്പാട്ട് പാരഡി വരുന്നത്. അല്ല, ഈ ആശാന്റെ ഈ മതപരിവർത്തന അതൊക്കെ രസവാദം അതിന് മുമ്പല്ലേ? പിന്നെ അപ്പോൾ പിന്നെ അതല്ല. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ യുദ്ധകാന്ഡം, മൂലൂർ പത്മനാഭ പണിക്കരുടെ ധമ്മപദ വിവർത്തനം 1925, മിതവാദി ശ്രീകൃഷ്ണൻ്റെ ബുദ്ധതത്വ പ്രദീപിക, ഇതൊക്കെ വരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. രാഷ്ട്രീയം ഉണ്ട്, ഒരു മതരാഷ്ട്രീയം. ഓണം എന്ന് പറയുന്ന ശ്രാവണോത്സവമാണ്. അതിന് ശ്രാവണത്തിലാണ് വാമനൻ ജനിച്ചത്, ശ്രാവണോത്സവമാണ്. മൈത്രേയനാണ് ഓണത്തപ്പൻ, ധർമ്മചക്രം ആണ് പൂക്കളം, അപ്പൻ എന്ന് വിളിക്കുന്നത് തൃക്കാക്കര അപ്പൻ, അതൊക്കെ ബുദ്ധിസ്റ്റ് പ്രയോഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഈ അജയ് ശേഖറിൻ്റെ ലേഖനത്തിലൊക്കെ കാണുന്ന. തൃക്കാക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹാബോധി പഗോഡയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസംബന്ധമാണ്, ഇതിനൊന്നും തെളിവൊന്നുമില്ല, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓണപ്പാട്ടിൽ 1934 പദ്യകൃതികളിൽ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ, അപ്പോൾ ആ ഓണപ്പാട്ടിലെ ആദ്യത്തെ 8 വരി മാവേലി നാടുവാഴിയുടെ കാലം എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ചേർത്തിരിക്കുന്ന ഭാഗങ്ങൾ ഇനി വായിച്ച് നമുക്ക് അവസാന ഭാഗത്തേക്ക് കിടക്കാം. തീണ്ടലുമില്ല, തൊടിയിലുമില്ല,
ഒറിജിനലില്ലാത്തത്. ആ ആ വേണ്ടാതരങ്ങൾ മറ്റൊന്നുമില്ല, ചോറുകൾ വെച്ചുള്ള പൂജയില്ല, ജീവിയെ കൊല്ലുന്ന യാഗമില്ല, ദല്ലാൾ വഴി കീശ സേവയില്ല, വല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല, സാധു ധനിക വിഭാഗമില്ല, മൂലധനത്തിന് ഞെരുക്കമില്ല, ആവതവരവർ ചെയ്തു നാട്ടിൽ ഭൂതി വളർത്താൻ ജനം ശ്രമിച്ചു, വിദ്യ പഠിക്കാൻ വഴിയെ അവർക്കും സിദ്ധിച്ചു, മാബലി വാഴും കാലം. ഇവിടെ മാബലി എന്ന് അദ്ദേഹം പ്രയോഗിച്ചു, മറ്റേല് മാവേലി എന്ന്. ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അദ്ദേഹം ഒരു നവോത്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈഴവർക്കിടയിൽ തന്നെ ഒരു പരിഷ്കാരം കൊണ്ടുവരാനോ ഒക്കെ ചെയ്തതാണ്. ഒന്ന്, ഈഴവരെ പരിഷ്കരിക്കാൻ, ബ്രാഹ്മണ്യത്തിനെതിരായി പൊരുതാൻ. മൂന്ന്, അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദിയുമാണ്. ഇത് സഹോദരൻ അയ്യപ്പൻ്റെ ഞാൻ മുഴുവൻ വായിച്ചില്ല, അത് കുറേ ഉണ്ട്. ഇനി ബ്രാഹ്മണ വിരുദ്ധമായ പരാമർശങ്ങൾ ഇനിയുണ്ട്. അല്ല, അത് വിശ്വാസത്തിനും എതിരായിട്ടാണ്, യുക്തിവാദിയും കൂടിയാണല്ലോ. അപ്പം അത് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും വ്യവസ്ഥാപിതമായ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയുന്നത് തെറ്റല്ല. അത് അദ്ദേഹത്തിൻ്റെ പറഞ്ഞുകൊണ്ടാണ്, പ്രഖ്യാപിച്ചുകൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും ഈ പുതിയ ലേഖനത്തിൻ്റെ കാര്യവും പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള പ്രൊഫസർമാരും ഒക്കെ ചെയ്യുന്നത് ഇതിനെ എടുത്തിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക്, അതായത് ഒറിജിനൽ എന്ന് പറയുന്നത് ഈ സഹോദരൻ അയ്യപ്പൻ്റെ ആണ് എന്നുള്ള മട്ടിലുള്ള ഇനി നിങ്ങൾ വായിക്കേണ്ട ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. മറ്റേത് മാറ്റിവെച്ചിട്ട്, മറ്റേതിലിപ്പോൾ അർദ്ധവിരാമത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞാണല്ലോ. മാത്രമല്ല അത് വൈഷ്ണവ ബ്രാഹ്മണിക്കൽ സംഭവമാണ് മഹാബലി വാമന കഥ എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു, സഹോദരൻ അയ്യപ്പൻ. അതങ്ങനെയല്ലല്ലോ, അതങ്ങനെയല്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ പാട്ട് തന്നെ മാവേലി നാടും വാഴയിടും കാലം, ആ ഓണപ്പാട്ട് മൊത്തത്തിൽ ബ്രാഹ്മണിക്കൽ ഹെഗമണിയുടെ ഭാഗമാണെന്ന് അജയ് ശേഖർ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ബ്രാഹ്മണന്റെ പാട്ടേ അല്ല, അവർ ഈ സംസ്കൃതത്തിൽ എഴുതി നടന്നേനെ. അതിൽ സോഷ്യലിസവും ഇല്ല. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ച കാലമാണ്, അല്ലാതെ അവർ സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ വസിച്ചതാണെന്ന് അതിന് അർത്ഥമില്ല. അപ്പം ഇങ്ങനത്തെ പലതരം വ്യാഖ്യാനങ്ങൾ ഈ ഓണപ്പാട്ടുകളിൽ ചേർത്തിട്ട് യഥാർത്ഥത്തിലൊരു മഹാബലി വാമനൻ കഥയുണ്ടല്ലോ, വാമന അവതാരത്തിൻ്റെ കഥ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു അദ്ദേഹത്തിന് ഈ മറ്റേ യാഗശാലയിൽ അദ്ദേഹം യാഗം നടത്തുകയാണ്, മഹാബലി പൂജാരികളൊക്കെ വെച്ചിട്ട് യാഗശാലയിലേക്കാണ് വാമനൻ പോകുന്നത്. ശുക്രാചാര്യർ അപ്പം തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ആ വരുന്നയാൾ മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ മഹാവിഷ്ണു തന്നെയാണെന്ന് അറിഞ്ഞിട്ടാണ് മഹാബലി യാഗശാലയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. യാഗപതി തന്നെ, അതായത് ഭഗവാൻ തന്നെ വരുന്നതിൽ പരം എന്ത് ഭാഗ്യമാണുള്ളത്, അദ്ദേഹം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രവേശിപ്പിക്കുക. വേണമെങ്കിൽ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കാമായിരുന്നു. അങ്ങനെയാണ് മഹാബലി ചെയ്യുന്നത്. ആചാര്യർ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഈ ഉദ്ദേശത്തിൽ വരുന്നതാണ്, വന്നോട്ടെ, അതിൽ പരം ഭാഗ്യം എന്താണ്. എന്നിട്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പറഞ്ഞു വിടുന്നത് പാതാളത്തിലേക്കല്ല, സുധലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എന്നിട്ട് മഹാവിഷ്ണു, അതായത് വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണു പറയാണ്, അവിടെ ഞാൻ അങ്ങേക്ക് കാവൽക്കാരനായിരിക്കും. സുതലത്തിൽ മറ്റേ മഹാബലിയുടെ കാവൽക്കാരനാണ് മഹാവിഷ്ണു. എന്നിട്ടൊരിക്കൽ രാവണൻ ചെല്ലുമ്പോൾ രാവണനെ ആ കാവൽക്കാരനായിട്ട് നിൽക്കുന്ന മഹാവിഷ്ണു തോൽപ്പിക്കുന്നുമുണ്ട് ഈ ഒറിജിനൽ കഥയിൽ, ഭാഗവതത്തിലൊക്കെ ഉള്ളത്. ശരി. അതൊരു ബ്രാഹ്മണ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ യഥാർത്ഥ ഐതിഹ്യം മറിച്ച് പിടിക്കാനുള്ള അട്ടിമറി ശ്രമമാണ് ഈ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഈ നിലവിലുള്ള അല്ലെങ്കിൽ പതിഞ്ഞുപോയ ഒരു മനോഹരമായ മിത്തിനെ സമർത്ഥമായി പലപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം പല താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതുവഴി പതുക്കെ പതുക്കെ യഥാർത്ഥ മിത്ത് മറഞ്ഞിരിക്കുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അതെ, യഥാർത്ഥ മിത്ത് അറിയാവുന്നവരും കുറവാണ്. അറിയാവുന്നവരും കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മിത്തുകളെക്കുറിച്ചുള്ള ഗൗരവമായ അന്വേഷണങ്ങൾ, എനിക്ക് തോന്നുന്നു MGS നടത്തിയതുപോലുള്ള അന്വേഷണം, ഇപ്പോൾ രാമേന്ദ്രൻ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലുള്ള അന്വേഷണങ്ങളാണ് നടക്കേണ്ടത്. ഇതിനിടയിൽ നമ്മുടെ അക്കാഡമിക് പ്രൊഫസർമാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഉണ്ടാക്കുന്ന അപകടങ്ങൾ പലപ്പോഴും
പല കാര്യങ്ങളെയും, ചരിത്രത്തെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെ വലിയ തോതിൽ, സാഹിത്യത്തെ പോലും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഓണം, മഹാബലി തുടങ്ങിയ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിത്തുകളെ വളരെ സൂക്ഷ്മമായും ഗൗരവമായും പുനഃപരിശോധിക്കാനും ആഴത്തിൽ ആ മിത്തുകളെ തിരിച്ചറിയാനുമുള്ള ഒരു ആഹ്വാനം കൂടിയാണ് സാർ ഇപ്പോൾ ഈ കഥയമമ്മയിൽ ഇന്ന് അവതരിപ്പിച്ച് ഇരിക്കുന്നത്. തീർച്ചയായും ആ വഴിക്കുള്ള അന്വേഷണങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും മുതിരട്ടെ. ഈ അന്ധമായി ഉള്ള ഈ വായ്ത്താരികൾ പാടി നടക്കുന്നതിന് പകരം താൻ പാടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് പാടാൻ മലയാളിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഓണക്കാലത്ത് മലയാളികളോട് അപേക്ഷിക്കാം. നന്ദി സാർ ഈ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.